ഹലോ നമസ്കാരം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ മഴത്തോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ റിസോർട്ടിലെ താമസമൊക്കെ മതിയാക്കി തൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അതിന് വഴിയൊരുക്കുന്നത് കൃഷ്ണമോളാണ്. അലീന ചേച്ചി മാത്രം അലീന ചേച്ചി ഒഴിവാക്കിക്കൊണ്ട് അച്ഛൻ മാത്രം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അലീന ചേച്ചി വരുന്നുണ്ടെങ്കിൽ ഞാനും വീട്ടിൽ ഇനി താമസിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാനും അലീന ചേച്ചിയും അച്ഛനും കൂടെ മറ്റൊരു വീടെടുത്ത് താമസിക്കാനാണ് തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ വൈജയ്ക്ക് പിന്നെ വേറെ ഒരു വഴിയുമില്ല കേട്ടോ. കൃഷ്ണമോൾ പറഞ്ഞു കഴിഞ്ഞാൽ വൈജയ്ക്ക് അറിയാം കൃഷ്ണ അച്ഛൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നുള്ളത് വൈജയ്ക്ക് അറിയാം. അതുകൊണ്ട് വൈജ പിന്നീട് സമ്മതിക്കുകയാണ്. അലീനയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അലീനെ ഇറക്കി വിടില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ വൈജയുടെ മനസ്സിൽ കുറച്ച് കണക്കുകൂട്ടലുകളുണ്ട്. എങ്ങാനും അലീന തിരിച്ചു വരികയാണെങ്കിൽ തന്നെ അവളെ ഇവിടെ നിർത്താൻ അവൾക്ക് സ്വയം തോന്നി അവൾ പോകുന്ന തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ അവളോട് ചെയ്യും. അതായത് അവളെ മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ ഏൽപ്പിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് വൈജ ഇതിനൊക്കെ സമ്മതിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൂടെ തിരിച്ചു വരുന്നുണ്ട്. അലീനയോട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ആ തിരിച്ചു വരുന്ന സമയത്ത് ഒട്ടും ഇഷ്ടമൊന്നുമില്ല വൈജയ്ക്ക്, അല്ലെങ്കിലും ഇഷ്ടമില്ലല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ബാലചന്ദ്രൻ വൈജയെ മൈൻഡ് ചെയ്യാതെ ഒന്ന് മുകളിലേക്ക് കയറി പോവുകയാണ്. അലീനയാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകണോ, കിച്ചണിലേക്ക് പോകണോ, എങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ കൃഷ്ണ വന്നിട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അലീനയെ കൂട്ടിയിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ മുത്തശ്ശി അലീന വന്നോ എന്നിങ്ങനെ അതിശയത്തോട് കൂടിയിട്ട് നോക്കുകയാണേ. അതെന്താ മുത്തശ്ശി, അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇവളെയല്ലേ ഇവിടുന്ന് എല്ലാവരും കൂടി ഇറക്കി വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇറക്കി വിട്ട ആൾക്കാരൊക്കെ ഇപ്പോൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടോ, അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് തന്നെ വന്നു, അലീന ചേച്ചി ഇനി ഇവിടെ തന്നെ ഉണ്ടാകും, എന്നും ഇവിടെ തന്നെ ഉണ്ടാകും, ഇനി എങ്ങോട്ടേക്കും പോകുന്നില്ല എന്ന് പറയണം. അതിന് വൈജ സമ്മതിച്ചോടി എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയണം. അതിന് എന്താണ് പ്രയോഗിച്ചത്, എന്ത് അസ്ത്രമാണ് പ്രയോഗിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു, അലീന ചേച്ചി ഇവിടെ തന്നെ വേണം, അലീന ചേച്ചി ഇല്ലെങ്കിൽ ഞാനും അച്ഛനും അലീന ചേച്ചിയും കൂടെ മറ്റൊരു വീടെടുത്ത് താമസിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ വേറെ വഴിയില്ലാണ്ടായി. പിന്നെ അച്ഛനും രാജീവങ്കിളിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ അമ്മയ്ക്ക് പിന്നെ മിണ്ടാട്ടമൊന്നുമില്ല, അമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് പറയണം. പക്ഷേ നിൻ്റെ അമ്മ അങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അമ്മ അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് കൃഷ്ണ. നിങ്ങളുടെ അമ്മയോ? ആരുടെ അമ്മ? നിൻ്റെ അമ്മയല്ലേ വൈജ? എൻ്റെയും അലീന ചേച്ചിയുടെയും ഒക്കെ അമ്മ തന്നെയാണല്ലോ വൈജ എന്ന് പറയണം. അലീനയുടെ അമ്മയാവുന്നത് എങ്ങനെയാടി എന്ന് ചോദിക്കുമ്പോൾ അതായത് അലീന ചേച്ചി എൻ്റെ അമ്മയായിട്ടാണ് കാണുന്നത്, അപ്പോൾ ഞങ്ങളുടെ അമ്മ തന്നെയല്ലേ എന്നിങ്ങനെ പറയാണ് കൃഷ്ണമോള്. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു, എന്തെങ്കിലും ആവട്ടെ, ഇനി അതും കൂടി പറഞ്ഞാണ്ട് ചെന്നാൽ മതി വൈജയുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും, അമ്മ സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയാണ് മുത്തശ്ശിയോട് കൃഷ്ണ കേട്ടോ. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിത്തുറന്നിങ്ങനെ പറയുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി ആയപ്പോൾ കൃഷ്ണ എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് തന്നെയാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. എവിടെയും തൊടാതെ ഇങ്ങനെ പറയാമെന്ന് തന്നെയാണ്. അപ്പോൾ കൃഷ്ണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അലീനയ്ക്കും വല്ലാതെ ആവുന്നുണ്ട്, എന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് കൃഷ്ണ അലീനയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നോടെല്ലാം അച്ഛൻ പറഞ്ഞു, എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു, ചേച്ചി ഇനി ഇവിടുന്ന് എവിടെയും പോവണ്ട എന്നൊക്കെ പറയാം, കെട്ടിപ്പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള് അലീനയെ. അങ്ങനെ അലീന റൂമിൽ തന്നെ ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്ന് ചോദിക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ നിന്നോട് ദേഷ്യമൊന്നുമില്ല മോളെ, നീ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എന്നാലും മുത്തശ്ശി ആഗ്രഹിച്ചില്ലേ ഞാനിവിടെ നിന്ന് പോകണമെന്ന് എന്ന് ചോദിക്കുമ്പോൾ അത് മോളെ, ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുള്ളൂ, സ്വന്തം മക്കളുടെ കാര്യമല്ലേ ചിന്തിക്കുള്ളൂ. ഞാൻ എൻ്റെ വൈജയെക്കുറിച്ച് ഓർത്തു, അവളുടെ ജീവിതം ഇങ്ങനെ പ്രശ്നങ്ങളാൽ നിറഞ്ഞ് ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു എന്ന് പറയട്ടോ. അപ്പോൾ എന്നെ മുത്തശ്ശി മറന്നു അല്ലേ, എൻ്റെ വിഷമങ്ങളൊക്കെ മുത്തശ്ശി
മറന്നുല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മുത്തശ്ശി? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണോ ചെയ്ത തെറ്റ്? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഒരു വലിയ തെറ്റിലൂടെയാണ് അല്ലേ മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണയ്ക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. ചേച്ചി അങ്ങനെയൊന്നും പറയില്ല, ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം. എന്നാലും മുത്തശ്ശിക്കും എന്നോട് ഇത്തിരി നീരസമൊക്കെ തോന്നിയില്ലേ ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ, അത് മോള് വിട്ട് കള. എൻ്റെ കുഞ്ഞ്, നീ എന്തൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനതൊക്കെ വിട്ടു. അന്നേരത്തെ ഓരോ സങ്കടവും ദേഷ്യമൊക്കെ വരുമ്പോൾ പറഞ്ഞു പോയതാണ്, അല്ലാതെ നിന്നോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അലീനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ശരി മുത്തശ്ശി, സാരമില്ല, ഞാനതൊക്കെ വിട്ടു, എൻ്റെ മുത്തശ്ശിയല്ലേ എന്നിങ്ങനെ പറയണം. നിൻ്റെ മുത്തശ്ശിയോ? ഞാൻ എങ്ങനെയാണ് നിൻ്റെ മുത്തശ്ശിയാകുന്നത്? പിന്നെ എൻ്റെ മുത്തശ്ശിയായിട്ട് തന്നെയല്ലേ ഞാൻ മുത്തശ്ശിയെ നോക്കിയത്, അല്ലാതെ ഒരു ഹോം നേഴ്സ് നോക്കുന്നത് പോലെയാണോ? ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോളായിട്ട് തന്നെയല്ലേ ഇവിടെ നിന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ്, ഇനിയിപ്പോൾ അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല, സ്വന്തം കൊച്ചുമോൾ തന്നെയാണല്ലോ എന്ന് പറയാണ് കൃഷ്ണ. നീ ഇവളെന്തൊക്കെ ഈ പറയണത്? ഇവളെന്തായി ഒരു അന്തവും കുന്തവും ഇല്ലാതെ സംസാരിക്കുന്നത് ചോദിക്കുകയാണ് മുത്തശ്ശി. അവൾ പറയുന്നതൊന്നും മുത്തശ്ശി കാര്യമാക്കണ്ട, അവൾക്ക് വട്ടാണ് എന്ന് അലീന പറയാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ എന്നാൽ ശരി മുത്തശ്ശി, ഞാൻ കിച്ചണിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചിയോടല്ലേ അച്ഛൻ പറഞ്ഞത് വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ട എന്ന്, മുത്തശ്ശിയുടെ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതിയെന്ന്, അത് മാത്രം ചേച്ചി നോക്കിയാൽ മതി, വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ട ചേച്ചി എന്ന് പറയാം കേട്ടോ. ഒന്ന് പോടി അവിടുന്ന്, എനിക്ക് അങ്ങനെ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതെ അടങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. മുത്തശ്ശിയുടെ കാര്യങ്ങൾ എന്തായാലും ഞാൻ നോക്കുന്നുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ബാക്കി സമയം ഞാൻ എന്ത് ചെയ്യും? ചേച്ചി വല്ലതും പഠിക്കാനൊക്കെ വല്ല കോഴ്സിനും ജോയിൻ ചെയ്യണം, എന്നിട്ട് ചേച്ചി ഇരുന്ന് പഠിക്കണം. പിന്നെ ഇനി അതും കൂടെ മതി നിൻ്റെ അമ്മയ്ക്ക് എന്ന് പറയാണ് അലീന. അമ്മയുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, ഇനി പഠിക്കാനെങ്ങാനും ചേച്ചി ചേർന്നു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊലപാതകം നടത്തും എന്ന് പറയണം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ചേച്ചിയെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, കുറേയൊക്കെ ഞാൻ ചേച്ചിയെ പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ, നീ എന്നെ പഠിപ്പിക്കാനോ? നീ എന്ത് പഠിപ്പിക്കാനോ? നീ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ആളല്ലേ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. +2 നല്ല മാർക്കോടെ പാസ്സായി, GD എന്ന് പറഞ്ഞ കോഴ്സും പഠിച്ചു, ഇനി എന്താ നീ എന്നെ പഠിപ്പിക്കാനെന്ന് ചോദിക്കുമ്പോൾ, ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ഞാൻ ചേച്ചിയെ പഠിപ്പിക്കാൻ, ചേച്ചി എന്നെയല്ലേ പഠിപ്പിക്കുന്നത് എന്ന് പറയാണ് കൃഷ്ണമോള്. ഇവളുടെ ഒരു കാര്യം മുത്തശ്ശി, ഇവളുണ്ടല്ലോ അവിടെ ഞങ്ങൾ ഒരു ദിവസം റിസോർട്ടിൽ താമസിച്ചില്ലേ, ആ സമയത്ത് ഇവളെന്നോട് മിണ്ടത്തില്ലായിരുന്നു മുത്തശ്ശി. ഇവൾ നിന്നോട് മിണ്ടില്ലായിരുന്നോ? മുത്തശ്ശി, ഇവളൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യവും പിണക്കൊക്കെ ആയിരുന്നു, ഇവളെന്നോട് ഒന്നും മിണ്ടില്ല, എന്നെ നോക്കില്ല, ചിരിക്കില്ല, ഇപ്പോൾ വാ തോരാതെ സംസാരിക്കുന്നത് കേട്ടില്ലേ എന്ന് പറയണം. അത് പിന്നെ അന്നേരമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞത് എന്ന് പറയണം കൃഷ്ണമോള്. ഇപ്പം നീ എന്ത് കാര്യങ്ങൾ അറിഞ്ഞു എന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പം മുത്തശ്ശിയോട് പറഞ്ഞാൽ ശരിയാവത്തില്ല, സമയം വരട്ടെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ മുത്തശ്ശി അത് അറിയിച്ചോളും എന്ന് പറയണം. ഇവളെന്താടി അലീന ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാൻ പാടില്ല മുത്തശ്ശി, കുറച്ച് ദിവസമായിട്ട് കൃഷ്ണയ്ക്ക് തുടങ്ങിയ സൂക്കേടാണ് എന്ന് അലീനയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാൽ ഞാനേ കിച്ചണിലേക്ക് ചെല്ലട്ടെ, നിങ്ങൾ ഇത്തിരിയേറെ സംസാരിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ, ഞാനിനിയിപ്പോൾ മുത്തശ്ശിയോട് എന്ത് സംസാരിക്കാനാണ്, ഞാനും വരിക ചേച്ചിയുടെ കൂടെ കിച്ചണിലേക്ക്, ഞാനും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാം, ചേച്ചി ഒറ്റയ്ക്കൊന്നും ജോലി ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീയും വാ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. പഠിക്കാനുള്ളതൊക്കെ പഠിക്കാം ചേച്ചി, കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ ചേച്ചിയെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ കിച്ചണിലേക്ക് പോവാം കേട്ടോ. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് വൈജ അവിടെ ഹോളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന ഇങ്ങനെ വൈജയെ ഒന്ന് നോക്കിക്കൊണ്ട് നേരം അവിടെ നിൽക്കുന്നുണ്ട്. കൃഷ്ണയും ഇങ്ങനെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ മനസ്സിൽ പറയാണ്, അമ്മയുടെ എല്ലാ ഭംഗിയും സൗന്ദര്യമൊക്കെ കിട്ടിയിരിക്കുന്നത് ചേച്ചിക്കാണല്ലോ, എനിക്കും ബബിച്ചിക്കും ഒന്നും അത്രയ്ക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ മോള് അലീന ചേച്ചിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇതൊന്നും ആദ്യം എന്തേ എനിക്കൊന്നും തോന്നാഞ്ഞത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കൃഷ്ണ. വാ ചേച്ചി, നമുക്ക് കിച്ചണിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൃഷ്ണ അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് തന്നെ പോവാട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് അലീന വീണ്ടും വൈജയെ നോക്കുന്നുണ്ട്. വൈജ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് രൂക്ഷമായിട്ടൊന്ന് അലീനയെ നോക്കുകയാണ്, പിന്നീട് നോട്ടം മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന കിച്ചണിലേക്ക് ചെന്നിട്ട് ജോലിയൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ വാ തോരാതെ സംസാരിച്ചുകൊണ്ട് അലീനയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് വൈജയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. അലീനയുടെ കൂടെ തന്നെ കൃഷ്ണ ഇങ്ങനെ നിന്ന് ഓരോ ജോലികളൊക്കെ
ജോലികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിനക്കെന്താ പഠിക്കാനൊന്നുമില്ലേ? നീ ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ വെറുതെ സമയം കളയുന്നത് എന്തിനാ? ഉള്ള സമയം പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പഠിക്കുക അമ്മേ, അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ, ഞാനിപ്പോൾ അലീന ചേച്ചി ഒന്ന് സഹായിക്കട്ടെ. ഓ, ഒരു അലീന ചേച്ചി വന്നേക്കുന്നു, നീ എന്ത് സഹായിക്കാനാണ്? അവൾക്കറിയാലോ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ, പിന്നെ നീ എന്തിനാണ് സഹായിക്കാനെന്നും പോയി നിൽക്കുന്നത് അവിടെ? വീട്ടുജോലിക്കാരികൾ അത് ആ കാര്യങ്ങൾ അവിടെ ചെയ്തോളൂല്ലോ എന്ന് പറയുമ്പോൾ അലീന ചേച്ചി വീട്ടുജോലിക്കാരിയല്ല, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ സ്വന്തം ചേച്ചിയാണ്, അമ്മയുടെ മോള് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മോളോ? അവളോ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് എന്താ ചേച്ചി ഒരു മോളായിട്ട് കണ്ടാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ. പിന്നെ ഇനി ഇവളെ ഞാൻ മോളായിട്ട് കാണാനോ? നടക്കുന്ന കാര്യം വല്ലതും പറ. എവിടുന്നോ തെണ്ടിത്തിരിഞ്ഞ് വന്ന് കയറിയിട്ട് ഇപ്പോൾ വീട്ടിലെ എല്ലാ അധികാരങ്ങളും സ്ഥാപിച്ചെടുക്കാൻ നോക്കുകയാണ്. ഇനി മോളെന്ന പദവിയും കൂടി കൊടുക്കാൻ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വൈജ ദേഷ്യം പിടിക്കുകയാണ്. നീ കിച്ചണിലിരിക്കാതെ വേഗം അകത്തേക്ക് പോയിരുന്നേ, നിനക്ക് നിൻ്റെ പണി നോക്ക്. പഠിക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യ്, ടി വി കാണുക, എന്തെങ്കിലും ചെയ്തോ, നീ കിച്ചണിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പൊക്കോളാം അമ്മയുടെ ജോലി നോക്കിപ്പോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മലീനയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ് കൃഷ്ണ. നീ എന്തിനാണ് അമ്മയെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നിനക്ക് അമ്മ പറയുന്നത് കേട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അമ്മ പറയുന്നത് കേൾക്കാണ്ട് അമ്മ ന്യായമായിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്ന് നമ്മൾക്കും തോന്നണ്ടേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അമ്മ വെറുതെ ചേച്ചിയോട് കൂട്ടുകൂടുന്നതിന് അതിനൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് കൃഷ്ണ. അതൊന്നും സാരമാക്കണ്ട നീ, അമ്മയല്ലേ പറയുന്നത്. അമ്മ തന്നെയാണ് പറയുന്നത്, അത് എന്നെ മാത്രമല്ലല്ലോ ഇങ്ങനെ കെയർ ചെയ്യേണ്ടത്, ചേച്ചിയും കൂടി കെയർ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അമ്മ പറയുന്നത് അനുസരിക്കണം എന്ന് പറയണം. ശരി, ഞാൻ അനുസരിച്ചോളാം. മുതലാളി ഇപ്പോൾ വീട്ടിൽ ഈ പണികളൊക്കെ ഒന്ന് ചെയ്തേ, ഞാനിവിടെ നിന്ന് ഞാൻ പറയുന്നത് ഇപ്പം മാഡം ഒന്ന് അനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അലീനെ കൊണ്ട് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യിപ്പിക്കാട്ടോ. അതായത് സ്നേഹത്തോടെ അവളും ഓരോന്ന് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായാലും. അപ്പോൾ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ അലീനയെ. മുത്തശ്ശിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോണ് കൃഷ്ണയുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ആ ഫോണും എടുത്തുകൊണ്ടാണ് ഇവർ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇതേ ചേച്ചി രേവതിക്കുട്ടി വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ മോളെ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും തൽക്കാലം രേവതിക്കുട്ടിയോട് പറയണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതെന്താ ചേച്ചി പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, പിന്നെ ഞാൻ അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ അവിടെ ഉണ്ടാകുമ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അലീന ഫോൺ എടുത്തിട്ട് ആ രേവതിക്കുട്ടി പറ മോളെ എന്ന് പറയുമ്പോൾ ചേച്ചി എത്ര ദിവസമായി ചേച്ചിയോടൊന്ന് സംസാരിച്ചിട്ട്, ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയണേ. അത് മോളെ ഞാൻ ഇത്തിരി ബിസി ആയിപ്പോയിരുന്നു. പിന്നെ എന്ത് ബിസി? ചേച്ചി എന്താ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ പകച്ചു പോകുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നേരിട്ട് ഒരു ദിവസം അവിടെ വരുമ്പോൾ പറയാം മോളെ, ഇപ്പോൾ ഫോണിലൂടെ എന്തിനാണ് പറയുന്നത് എന്നിങ്ങനെ പറയണേ. കാരണം ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടാണല്ലോ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. അപ്പോൾ ഇനിയും ഫോണിലൂടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇനി ആരെങ്കിലുമൊക്കെ അതെടുത്ത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണ്ടെന്ന് ഓർത്തിട്ടാണ് അലീന പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോണിലെ കോൾ റെക്കോർഡിങ്സ് ഓഫാക്കാനൊന്നും അലീനയ്ക്ക് അറിയില്ല. കാരണം ഇതൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ ഫോണിലെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത്തിരി നേരം സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയെ കാണാൻ കൊതിയാവുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കും നിന്നെ കാണണം മോളെ, പക്ഷേ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്ക് ചിന്നുമോളെയും കാണാനായിട്ട് പോകണം എന്നൊക്കെ പറയണം. ചേച്ചി ഒരു ദിവസം വാ എന്ന് പറയുമ്പോൾ ഞാൻ വരാം, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറയണം. സാറ് എന്തായാലും ഇപ്പോൾ എന്നെ ഈ അവസ്ഥയിൽ വിടുമെന്ന് തോന്നുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം, അതിനിടയ്ക്ക് നിങ്ങൾ ചിന്നുമോളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അലീന ഫോൺ വയ്ക്കാം കേട്ടോ. അതേസമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. മുത്തശ്ശി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ റൂമിലേക്ക് വരുന്നുണ്ട്. ബാലചന്ദ്രൻ റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ബാല നീ എപ്പോഴാണ് വന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് ദിവസമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ, നീ ഒന്ന് വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് അടുത്തേക്ക്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കട്ടോ. അല്ല ബാല, ഇങ്ങനെ ആയാലും എങ്ങനെയാണ് ശരിയാവുന്നത്? ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ? എത്ര നാളായി ഇതൊക്കെ തുടങ്ങിയിട്ട്?
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണ് അമ്മ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റുള്ളൂ. അത് ഞാൻ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്താണ് ഈ വീട്ടിൽ ജീവിച്ചത് അല്ലേ അമ്മേ, അമ്മയ്ക്കറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചും ക്ഷമിച്ചുമാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ബാല, എനിക്കറിയാം നിൻ്റെ ഭാഗത്ത് 100% സത്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നീ തെറ്റായ രീതിയിൽ മുന്നോട്ട് പോകില്ല, തെറ്റായ ഒരു ലൈഫ് തിരഞ്ഞെടുക്കില്ല, തെറ്റായ ഒരു തീരുമാനം എടുക്കില്ല എന്നൊക്കെ എനിക്കറിയാം. മറ്റാരെക്കാളും കുടുംബത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആധിയും ഉത്കണ്ഠയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഉള്ളത് നിനക്ക് തന്നെയാണ്. എൻ്റെ 3 മക്കളേക്കാൾ, എൻ്റെ 4 മക്കളേക്കാളും എനിക്ക് കൂടുതൽ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്ത ബോധവും ഒക്കെ ഉള്ളത് നിനക്ക് തന്നെയാണ് എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് അമ്മേ, പക്ഷേ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് നേടിയെടുത്തൊരു ജീവിതം, ആ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കരട് വീണ് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നീ എന്തൊക്കെയാണ് ബാല ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വേ പറ എന്ന് പറയാട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാനേ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് അലീനയും കൃഷ്ണമോളും ഒന്നും ഇല്ലാത്ത സമയം നോക്കി വന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിയുടെ ചങ്കിടിക്കുന്നുണ്ട്. കാരണം വൈജയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നുള്ളൊരു ഡൗട്ട് മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കാരണത്താലായിരിക്കാം ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അന്ന് ഗംഗാധരൻ വന്നപ്പോഴും ചെറിയ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് മുത്തശ്ശിക്ക്. അപ്പോൾ മുത്തശ്ശി ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അന്ന് ആഗ്രയിൽ കുറച്ച് നാൾ വൈജ പോയി താമസിച്ചിരുന്നില്ലേ അമ്മേ എന്ന് ചോദിക്കുകയാണ്. അതുകൂടി കേട്ടതോടുകൂടി മുത്തശ്ശി അവിടെ ഡിം ആയിട്ടോ. കാരണം മുത്തശ്ശിക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രൻ്റെ മനസ്സിൽ പുകഞ്ഞു നീറുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മുത്തശ്ശിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതേ ബാല, ഗംഗാധരൻ്റെ കൂടെ അവിടെ കുറച്ച് നാൾ അവൾ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് 1 വർഷത്തോളം നമ്മുടെ വൈജ തിരുവനന്തപുരത്ത് താമസിച്ചില്ലേ അമ്മേ, അതെന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് എന്നിങ്ങനെ പറഞ്ഞ് തപ്പിത്തടയാട്ടോ. അത് പിന്നെ അവിടെ രാവണ്യമ്മാവൻ്റെ വീടുണ്ടല്ലോ, നിനക്കറിയാലോ. അറിയാം. അപ്പോൾ അവിടെ പോയിട്ട് താമസിച്ചത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒന്ന് പതറിപ്പോവാണ്. എന്നാൽ വേണ്ട, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആഗ്രയിൽ താമസിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നാട്ടിലോ മറ്റോ ആയിട്ട് വൈജയ്ക്ക് വല്ല പ്രണയവും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് ബാലേന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇതൊക്കെ ഇപ്പോൾ ചോദിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ഞാൻ ചോദിച്ചതിന് അമ്മ മറുപടി പറ, എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിക്ക് പിന്നെ ഇനിയൊന്നും മറച്ചു വെക്കണ്ട എന്നിങ്ങനെ തോന്നുക കേട്ടോ. അത് പിന്നെ അവിടെ ആഗ്രയിൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ ആരോ ആയിട്ട് എന്തോ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് തിരുവനന്തപുരത്ത് കുറച്ച് നാൾ താമസിച്ചത് എന്ന് പറയാം കേട്ടോ. അതെന്തിനാണ് തിരുവനന്തപുരത്ത് 1 വർഷത്തോളം താമസിച്ചത് പിന്നെ എന്ന് ചോദിക്കുമ്പോൾ അത് ബാല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുത്തശ്ശി തപ്പി തടയുമ്പോൾ എന്നാൽ അമ്മയുടെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്താന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശി ഇങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് വൈജയ്ക്ക് ഒരു പട്ടാളക്കാരനുമായിട്ട് അടുപ്പുണ്ടായിരുന്നല്ലേ, അവർ ഒരുപാട് നാൾ ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കേട്ട് മുത്തശ്ശി ആകെ ഞെട്ടിപ്പോവാണ്. എന്താ ബാല നീ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ, ഇനി എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട. അവിടെ അവൾക്കൊരു പ്രണയം ഉണ്ടാകുകയും അവർ ഒരുമിച്ച് താമസിക്കുകയും പിന്നീട് എന്താണ് വൈജയ്ക്ക് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. അയാൾ ഇട്ടിട്ട് പോയതാണോ, എന്തെങ്കിലും അപകടം പറ്റിയതാണോ ഒന്നും എനിക്കറിയില്ല. ആ സമയത്ത് വൈജ ഗർഭിണിയായിരുന്നില്ലേ, തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവിടെ വെച്ച് അവളുടെ പ്രസവം നടത്താൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ഇതൊക്കെ കേട്ട് മുത്തശ്ശിയാകെ നടുങ്ങി തെരിച്ച് ആകെ ഞെട്ടി വിറച്ചിരിക്കുക കേട്ടോ. എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ആ കുഞ്ഞിനെ എല്ലാവരും കൂടെ ആ കുഞ്ഞിനെ മരിച്ചുപോയി എന്ന് വൈജിയോട് പറഞ്ഞിട്ട് ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കിയില്ലേ, എന്നിട്ട് ആ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ഓരോ ചോദ്യങ്ങളും ഒരു കൂരമ്പ് പോലെ
മുത്തശ്ശിയുടെ നെഞ്ചിലിങ്ങനെ ആഞ്ഞ് തറയ്ക്കുക കേട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട്, ഇതുവരെ ബാലചന്ദ്രന് അതിനെപ്പറ്റി ഒരു സൂചന പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു ആശങ്ക മുത്തശ്ശിയിൽ ഉണ്ടാവുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അത് ബാല എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇനി കൂടുതൽ കള്ളങ്ങൾ ആലോചിക്കാൻ നിൽക്കേണ്ട, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് അറിഞ്ഞ സമയത്താണ് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് വന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു എൻ്റെ പ്രതികരണം, വളരെ മോശമായി പോയേനെ. പിന്നീട് അമ്മയ്ക്ക് എൻ്റെ മുഖത്തോ എനിക്ക് അമ്മയുടെ മുഖത്തോ നോക്കാൻ പറ്റാത്ത രീതിയിലായേനെ. പക്ഷേ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതോടു കൂടിയിട്ട് എൻ്റെ മനസ്സൊന്ന് തണുത്തു. ആ സമയത്താണ് ഞാൻ വന്നത്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറൊരു രീതിയിലേക്ക് പോയേനെ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ കുഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി എന്ന് ആണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയണം. എന്ന് അമ്മയോട് അമ്മയുടെ ഭർത്താവ്, അതായത് കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ കുഞ്ഞിരാമേട്ടനും അതുപോലെ രാവുണ്ണിയേട്ടനും എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. എന്നാൽ അമ്മ ഒരു കാര്യം കേട്ടോ, അവർ പറഞ്ഞതൊക്കെ പച്ച കള്ളമായിരുന്നു. അമ്മയുടെ ഭർത്താവ് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ പൈസയും കൊടുത്ത് ആ കുഞ്ഞിനെ അവിടെ വളർത്താൻ ഏൽപ്പിച്ചതായിരുന്നു. ആ ഓർഫനേജിൽ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക സംഭാവനയായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അമ്മയുടെ ഭർത്താവ് എന്ന് പറയട്ടോ. നീ എന്തൊക്കെയാണ് ബാലയി പറയുന്നത്? ആ കുഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി എന്നാണല്ലോ പറഞ്ഞത്. അത് നിങ്ങളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. പക്ഷേ സത്യം അറിയാവുന്നത് അമ്മയുടെ ഭർത്താവിനും അമ്മയുടെ ആങ്ങളയ്ക്കുമായിരുന്നു. അവർ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അമ്മയുടെ ഏട്ടൻ രാവുണ്ണിയമ്മാവൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. അമ്മയുടെ ഭർത്താവുണ്ടല്ലോ കുഞ്ഞിരാമൻ മേനോൻ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അങ്ങനെ ആ കുഞ്ഞിനെ പോയി കണ്ടു. ആ കുഞ്ഞിനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരു ഹോം നേഴ്സായിട്ട് എന്ന് പറയണം. അത് കേട്ടത് മുത്തശ്ശി അങ്ങ് ഷോക്കായി പോണേ. നീ എന്താ ബാലായി പറയുന്നത്? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോന്നോ? ഇവിടേക്കൊന്നും കൊണ്ടുവന്നില്ലല്ലോ. പിന്നെ അമ്മ എന്താ വിചാരിച്ചത്? ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അലീന ആരാണെന്നാണ് വിചാരിച്ചത്? അമ്മയുടെ മോള് അന്ന് 23 വർഷങ്ങൾക്ക് മുൻപ് പ്രസവിച്ച് നിങ്ങളെല്ലാവരും കൂടെ ആ ഓർഫനേജിൽ കൊണ്ടുപോയി കളഞ്ഞ ആ കുഞ്ഞാണ് ഇപ്പോൾ അമ്മയുടെ മുന്നിൽ വന്ന് ഹോം നേഴ്സായിട്ട് നിൽക്കുന്ന അലീന എന്ന് പറയണം. അത് കേട്ടത് മുത്തശ്ശിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഇടിവെട്ടേറ്റതുപോലെയുള്ളൊരു ഇതാട്ടോ മുത്തശ്ശിക്ക് ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശി പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ കേൾക്കുന്നത്. ബാല, നീ പറയുന്നത് അതേ അമ്മയുടെ മോള് പ്രസവിച്ച മോള് തന്നെയാണ് അലീന. സ്വന്തം അമ്മയെ തേടി അമ്മയാണെന്നും അതുപോലെ മുത്തശ്ശിയാണെന്നും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടോ. അപ്പം മുത്തശ്ശി ഇങ്ങനെ ഓർക്കണം, അലീന ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ആഗ്രയിലെ കാര്യങ്ങളും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, വൈജി ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അപ്പോൾ അവൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത് മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. അങ്ങനെ അപ്പോൾ അലീന എൻ്റെ കൊച്ചുമോളാണോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അതേ അമ്മേ എന്ന് പറയാണ്. മുത്തശ്ശിക്ക് ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അത്രയും ഒരു വലിയൊരു സംഭവമാണിത്. അലീന വൈജ പ്രസവിച്ച മകളാണെന്ന് പറയുമ്പോൾ, എന്നിട്ട് ആ അലീനയെക്കുറിച്ചല്ലേ വൈജയന്തി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അപവാദം പറയുന്നതും ഇറക്കി വിടാൻ നോക്കുന്നതും തല്ലുന്നതൊക്കെ. അതൊക്കെ ഓർത്തിട്ട് മുത്തശ്ശിക്ക് സങ്കടം വരും കേട്ടോ. എന്നിട്ട് ഇതെന്താ വൈജയോട് പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ, വൈജ എങ്ങാനും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ വൈജ ജീവനോടെ ഇരിക്കുമെന്ന്? അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അവൾ ഈ ബന്ധം പിരിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറയണം. എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചിട്ട് ഈ കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതറിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായാൽ എനിക്ക് പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാനോ അവളോടൊത്ത് ജീവിക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യമാണെങ്കിലും അലീനയുടെ കാര്യത്തിനാണെങ്കിലും ഇത് തൽക്കാലം വൈജയന്തി അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ ഞാൻ വെറും വിഡ്ഢിയല്ല എന്ന് എനിക്ക് അമ്മയെങ്കിലും ബോധ്യപ്പെടുത്തണം. ഇത്രയും നാളും നിങ്ങളെന്നെ ഒരു വിഡ്ഢിയാക്കിയില്ലേ, അതല്ല എന്ന് എനിക്ക് അമ്മയെ ബോധ്യപ്പെടുത്തണം. അതിനാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നോട് ചെയ്ത വഞ്ചനയ്ക്ക് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. എല്ലാവരോടും ഞാനൊരു മറുപടി ഇതിൽ നിന്ന് എല്ലാവരെയും ഞാൻ കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. പക്ഷേ
കുറച്ച് സമയം കഴിയുന്തോറും ഒരു പക്ഷേ എൻ്റെ വാശിയും ദേഷ്യവും വിഷമമൊക്കെ മാറിയേക്കാം. പക്ഷേ അതിന് അലീന എൻ്റെ കൂടെ ഇവിടെ തന്നെ, എൻ്റെ മകളായിട്ട് അലീന ഇവിടെ തന്നെ വേണം. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അലീന ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് പറയാണ് ബാലചന്ദ്രൻ. എല്ലാം കേട്ട ആ ഒരു വലിയ ഷോക്കിൽ ഇങ്ങനെ ആകെ മരവിച്ച് നിൽക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി മുത്തശ്ശിയും ബാലചന്ദ്രനും കൃഷ്ണമോളും ഒക്കെ അലീനയ്ക്ക് വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. അതുപോലെ ഇനി ബബിതയും രോഹിത്തൊക്കെ അറിയുന്നുണ്ട്. എല്ലാവരും അലീനയ്ക്ക് വേണ്ടിയിട്ട് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് നിൽക്കും, വൈജി ഒഴികെ. ഇതൊക്കെ വൈജിക്ക് അലീനയോടുള്ള പക കൂട്ടാനാണ് പോകുന്നത്. പക്ഷേ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ സ്റ്റോറിയും പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.